പ്രഭാതഭേരി. ഒരു അശ്രദ്ധമായ തമാശ ഒരു വ്യക്തിയെ മുറിവേൽപ്പിച്ചേക്കാം. വിദ്വേഷകരമായൊരു വാക്ക് സമൂഹത്തെ അപ്പാടെ ഉലച്ചേക്കാം. ലോകമെമ്പാടും കേരളത്തിലും മതമോ ജാതിയോ ലിംഗവ്യത്യാസമോ അടിസ്ഥാനമാക്കിയുള്ള പ്രസംഗങ്ങളും പോസ്റ്റുകളും പലപ്പോഴും വെറും ട്രോളിംഗ് അല്ലെങ്കിൽ വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നിങ്ങനെ തള്ളിക്കളയുകയാണ് പതിവ്. എന്നാൽ അനന്തരഫലങ്ങൾ അത്ര ലഘുവായതല്ല. ഏതോ ഒരു സ്ക്രീനിൽ ഒരു കമന്റായി ആരംഭിക്കുന്നത് അയൽപ്പക്കത്ത് ഭയമോ സമൂഹത്തിനുള്ളിൽ അവിശ്വാസമോ ചിലപ്പോൾ തെരുവുകളിലെ അക്രമമായോ അവസാനിച്ചേക്കാം. സമീപകാല അന്താരാഷ്ട്ര പഠനങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകളും മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ന് വിദ്വേഷ പ്രസംഗം വേഗത്തിൽ പടരുകയും ഏറെ ദൂരെയുള്ള ആളുകളിൽ എത്തുകയും മുമ്പെന്നത്തേക്കാളും ഭയാനകമായ നാശങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ്. എന്റെ പേര് ഹരികൃഷ്ണ RS. സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമായി ഉപയോഗിക്കുന്ന യുവജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ സമീപകാലത്തായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന വിദ്വേഷ പ്രചരണങ്ങളെ വളരെ ആശങ്കയോടുകൂടി നോക്കി കാണേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് വ്യക്തിപരമായും രാഷ്ട്രീയമായും ഞാൻ പുലർത്തുന്നത്. കാരണം ഏതൊരു സമൂഹവും വളർച്ച കൈവരിക്കുന്നത് അല്ലെങ്കിൽ പുരോഗതി കൈവരിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ജനങ്ങളെ അവരുടെ ഒരു തരത്തിലുള്ള സ്വത്വങ്ങളുടെ പേരിലും അകറ്റി നിർത്താതെ ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമേ നമുക്ക് സമൂഹം എന്ന നിലയിൽ മുന്നേറാൻ കഴിയും. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം മുതൽ നമ്മൾ എടുത്തു നോക്കിയാൽ കേരള നവോത്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ മനുഷ്യരെ അവരുടെ സ്വത്വത്തിന്റെ പേരിൽ അകറ്റി നിർത്തരുതെന്നും മനുഷ്യർ മാത്രമേ ഉള്ളൂ എന്നും തിരിച്ചറിയുക എന്നതായിരുന്നു നവോത്ഥാന കാലത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്നത് തന്നെ. എന്നാൽ അതിലൂടെ എല്ലാം നമ്മൾ നേടിയെടുത്ത മൂല്യങ്ങളിൽ നിന്നും പിന്നോട്ട് നടക്കുന്ന തരത്തിൽ മനുഷ്യർ പരസ്പരം പോരടിക്കുകയും ഓരോ മനുഷ്യന്റെയും സ്വത്വമെന്തെന്ന് ചികഞ്ഞെടുത്ത് ആ സ്വത്വത്തിന് പിന്നിൽ വസ്തുതാപരമല്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യരെ അന്യവൽക്കരിക്കുക എന്നതാണ് വിദ്വേഷ പ്രസംഗങ്ങൾ ചെയ്യുന്നത്. എന്റെ പേര് ഗംഗ. UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഭിന്നതയും അക്രമവും വളർത്താൻ ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാകുന്ന വിദ്വേഷ പ്രസംഗത്തോളം മറ്റൊന്നിനും സാധിക്കുന്നില്ല എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. ഇത് ജനങ്ങൾക്കിടയിലെ ഐക്യവും സൗഹാർദ്ദവും തകർക്കുകയും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ പോലും നമ്മുടെ മതേതരത്വ മൂല്യങ്ങളെ പോലും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ഡിജിറ്റൽ ലിറ്ററസിയോടൊപ്പം തന്നെ റെസ്പോൺസിബിൾ ആയുള്ള ഉത്തരവാദിത്വപൂർവമായ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം എത്രത്തോളം ഉത്തരവാദിത്വത്തോടുകൂടി ഓരോ പൗരനും ചെയ്യണമെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ നാം ചിന്തിക്കേണ്ടത്. എന്റെ പേര് അനു പൗലോസ്, പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. 2026 നമ്മളൊരു ഏറ്റവും നവീനമായ ഒരു കാലമായിട്ട് അടയാളപ്പെടുത്തുമ്പോൾ അതിങ്ങനെ മനസ്സിലാക്കുമ്പോൾ പോലും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ കാലം മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങളും വിദ്വേഷ പരാമർശങ്ങളും വിദ്വേഷ കലാപങ്ങളും ഒക്കെ കുറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാലത്ത് നിന്ന് വളരെ മാറി ഇവയുടെ എല്ലാം വലിയ രീതിയിലുള്ള ഒരു കൂടുതൽ വലിയ രീതിയിലേക്ക് ഈ പറയുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ, വിദ്വേഷ പരാമർശങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുള്ള തമ്മിൽ തലകളൊക്കെ ഈ കാലത്ത് മാറിയിട്ടുണ്ട്, അതിനത് വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന പ്രശ്നം. ഓരോ വ്യക്തികളും സ്വയം മാധ്യമ സ്ഥാപനങ്ങളായി അടയാളപ്പെടുത്തുകയും ആ രീതിയിൽ മാധ്യമങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഈ മാധ്യമങ്ങൾ തന്നെ തങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് വരാൻ വേണ്ടിയിട്ട്, പുതിയ കാലത്ത് റീച്ച് എന്ന വാക്ക് വെച്ച് അടയാളപ്പെടുത്തുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ വിദ്വേഷ പരാമർശങ്ങളെ, വിദ്വേഷ പ്രകടനങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നത്തെ കൃത്യമായി അടയാളപ്പെടുത്താനോ ഇല്ലാതാക്കാനോ നമുക്ക് കഴിയില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു ഭീഷണിയായിട്ടുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒറ്റപ്പെട്ട പരാമർശങ്ങളെ വൈറൽ കണ്ടന്റാക്കി വിദ്വേഷ പ്രസംഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. വൈകാരികവും ആവേശഭരിതവും പ്രകോപനപരവുമായ കണ്ടന്റ് പലപ്പോഴും അൽഗോരിതങ്ങളാൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. കാരണം അത് കൂടുതൽ ആളുകൾ ആ പോസ്റ്റിൽ എൻഗേജ് ആകുന്നു. തൽഫലമായി പ്രകോപനപരമായ സന്ദേശങ്ങൾ പലപ്പോഴും സമതുലിതമായ ചർച്ചകളെക്കാൾ വേഗത്തിൽ പടർന്നുപിടിക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയുള്ള വിദ്വേഷ പ്രചരണങ്ങള് സത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകനും IT വിദഗ്ധനുമായ ജോസഫ് C. മാത്യു. സത്യത്തിൽ ഇത് രാഷ്ട്രീയ നേതാക്കളെക്കാളിൽ പൊതു രംഗത്ത് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയാണ് വളരെ മോശമായി ബാധിക്കുന്നത്. നമ്മുടെ പക്കൽ ഇത് ആവർത്തിച്ച് ഈ ട്രോളുകളും സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിഷയം വരുന്നത് സോഷ്യൽ മീഡിയ
നടത്തുന്ന കമ്പനികളുടെ കച്ചവട താല്പര്യത്തിന് അനുസൃതമായിട്ടാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അവർ ഈ സൗജന്യ സേവനം നമുക്ക് തരുന്നത്? അവരുടെ റവന്യൂ മോഡൽ എന്താണ്? അവരുടെ റവന്യൂ മോഡൽ നമ്മുടെ ഈ വിവരങ്ങൾ വിറ്റഴിക്കുന്നതാണ്, അത് പ്രചരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങളാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്തരം സമാനമായ പരസ്യങ്ങൾ, മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വിദ്വേഷം പരത്തുന്നത് ഒരിക്കൽ ചെയ്താൽ, നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ ആ സമാനമായ വാർത്തകൾ നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും. ഇത് ബോധ്യപ്പെട്ട ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മുടെ സ്വകാര്യതയും സംരക്ഷിക്കപ്പെടണം, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണം. പരമ്പരാഗത മാധ്യമങ്ങളും ഡിജിറ്റൽ വാർത്താ പ്ലാറ്റ്ഫോമുകളും അതിലോലമായ സ്ഥാനമാണ് ഇക്കാര്യത്തിൽ വഹിക്കുന്നത്. ഉത്തരവാദിത്വമുള്ള പത്രപ്രവർത്തനത്തിന് വിദ്വേഷ പ്രസംഗം തുറന്നു കാട്ടാൻ കഴിയും. വിദ്വേഷ പ്രസംഗങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിസരമുണ്ട്. അത് ശൂന്യതയിൽ സംഭവിക്കുന്ന ഒന്നല്ല. മുതിർന്ന പത്രപ്രവർത്തകൻ KA ജോണി. അപ്പൊ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് ഈ വിദ്വേഷ പ്രസംഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ അവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങളിൽ വസ്തുതയില്ല എന്ന് കൃത്യമായിട്ട് കാണിക്കുന്നതിന് മാധ്യമങ്ങൾ തയ്യാറാകണം എന്നുള്ളത്. ഫാക്ട്സ് ആർ സേക്രഡ് ബട്ട് കമന്റ് ഈസ് ഫ്രീ. അഭിപ്രായങ്ങൾ പലരും പല വഴിക്കും പറയുമെങ്കിൽ പോലും നമ്മൾ ഈ വസ്തുതകൾ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷ പ്രസംഗങ്ങളുടെ മുന ഒടിഞ്ഞു പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയം എല്ലായ്പ്പോഴും ശക്തമായ വിയോജിപ്പുകളുടെ സംവാദങ്ങളുമാണ്. എന്നാൽ വിദ്വേഷ പ്രസംഗം ജനാധിപത്യ സംവാദത്തെ തമ്മിലടിയിലേക്ക് എടുത്തെറിയുന്നു. വ്യാജ വിവര ശൃംഖലകൾ, ട്രോൾ ആർമികൾ, പൊതുജനാഭിപ്രായത്തെയും തിരഞ്ഞെടുപ്പുകളെയും സ്വാധീനിക്കുന്ന ഐഡന്റിറ്റി അധിഷ്ഠിത വാചാടോപങ്ങൾ എന്നിവയെക്കുറിച്ച് ലോകമെമ്പാടും ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പോലുള്ള സമൂഹത്തിൽ പലതരത്തിലുള്ള ഭിന്നതകളുള്ള മനുഷ്യരുണ്ടാവും. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KJ ജേക്കബ്. അവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് ഭിന്നതകൾക്കിടയിൽ വിദ്വേഷം കയറ്റിവിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണ്. കാരണം അത് പിന്നെ പിടിച്ചാൽ കിട്ടണമെന്നില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന പല കലാപങ്ങളുടെയും തുടക്കം എന്നുള്ളത് നിർദോഷം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചാണ്. ഒരാൾ ഒരു കൃത്യം ചെയ്തു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള കാര്യം ചെയ്തു എന്നിരിക്കട്ടെ, അതിന്റെ പേരിൽ അയാളെ നിയമ നടപടിക്ക് വിധേയമാക്കുക എന്നുള്ളതല്ലാതെ അയാളുടെ സമുദായത്തെ എടുക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ എടുക്കുക, അതിനെതിരെ വിദ്വേഷം പലർത്തും തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുക, അതൊന്നും ട്രോളിന്റെ വകുപ്പിൽ വരുന്നതല്ല. അതൊന്നും മനുഷ്യന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വരുന്ന കാര്യങ്ങളല്ല. അത് ക്രിമിനൽ കുറ്റങ്ങളാണ്. ആ ക്രിമിനൽ കുറ്റങ്ങളെ അങ്ങനെ തന്നെ നേരിടേണ്ടതുണ്ട്. അത് സാധാരണഗതിയിലുള്ള ക്രിമിനൽ കുറ്റം, അത് സൊസൈറ്റിക്കെതിരെ ചെയ്യുന്ന വളരെ ഗൗരവപ്പെട്ട ക്രിമിനൽ കുറ്റമാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതുകൊണ്ട് വിദ്വേഷമുണ്ടാക്കുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഏത് തരത്തിലുള്ള വർത്തമാനവും അതിന് യാതൊരു തരത്തിലുള്ള ന്യായീകരണവുമില്ല, അതിന് ലഘൂകരണമില്ല, എക്സ്ക്യൂസുകളും ഒഴിവുകഴിവുകളും ഇല്ല എന്നുള്ളത് തന്നെയാണ്. വിദ്വേഷ പ്രസംഗം നിയമപരമായി വെറുമൊരു ധാർമ്മിക ആശങ്കയല്ല. വിദ്വേഷവും വിവേചനവും അക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് നിയമങ്ങളുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ നിലനിൽപ്പിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. അതുകൊണ്ട് തന്നെയാണ് പല സംസ്ഥാനങ്ങളിലുമുള്ള പോലീസ് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നടത്തുന്ന ഒരു മെല്ലെപ്പോക്ക്, അല്ലെങ്കിൽ അതിനെ വേണ്ട ഗൗരവത്തിൽ കാണാത്തതിനെ സുപ്രീം കോടതി വളരെ ശക്തമായി വിമർശിക്കുകയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് ചീഫുമാർക്ക് വിദ്വേഷ പ്രസംഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് കർശനമായ നടപടി സ്വീകരിക്കാനും FIR രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനും കുറ്റപത്രം സമർപ്പിക്കാനും ഒക്കെയുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. മാത്രമല്ല, അതിന് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ മറ്റോ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ ആളുകൾ എന്ന് പരിശോധിക്കാൻ സൈബർ പോലീസ് സംവിധാനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട്. നേരത്തെ 153A IPCയുടെ അതൊരു കുറ്റകൃത്യമായിരുന്നു. ഇന്നിപ്പോ BNSന്റെ 196, 197 ഒക്കെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വ്യാഖ്യാനിക്കുന്നവയാണ്. ഓരോ വിദ്വേഷ മുദ്രാവാക്യത്തിന് പിന്നിലും ഉന്നം വയ്ക്കപ്പെടുന്ന മനുഷ്യരുണ്ട്. ഇരകൾ വെറും സ്ഥിതിവിവര കണക്കുകൾ മാത്രമല്ല, എല്ലാവർക്കും അവകാശപ്പെട്ട ഇടങ്ങളിൽ സുരക്ഷിതരല്ലെന്ന് തോന്നാൻ തുടങ്ങുന്ന അയൽക്കാരോ സഹപ്രവർത്തകരോ സഹപാഠികളോ കുടുംബങ്ങളോ ആണ്. സത്യം ചെരുപ്പിട്ട് തുടങ്ങുമ്പോഴേക്കും തെറ്റായ കാര്യങ്ങൾ ലോകം മുഴുവൻ പ്രചരിച്ചു കാണും എന്നുള്ള രീതിയിലാണ് എല്ലാ വ്യാജ പ്രചാരണങ്ങളും അതിന്റെ സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. AI ട്രെയിനർ, റിസർച്ചറും ഫാക്ട് ചെക്കറുമായ YP
ഹബീബ് റഹ്മാൻ. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യ വളരെയധികം വളർന്ന ഒരു പശ്ചാത്തലത്തിൽ AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് വേണ്ടി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലാണ് ഇത്തരം ഉള്ളടക്കങ്ങൾ പ്രചരിക്കുന്നത് എന്ന് കാണാം. ഡിജിറ്റൽ സാക്ഷരതയിലും മാധ്യമ സാക്ഷരതയിലും നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന തലമുറ പ്രത്യേകിച്ചും അല്പം പിന്നിലാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചാരണങ്ങൾ സാമൂഹ്യപരമായും സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായും ഒക്കെ സമൂഹത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു. നിരവധി ഗവൺമെന്റ് സംരംഭങ്ങൾ ഇന്ന് ഇത്തരം സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലവിലുണ്ട്. അത് കേവലം സാക്ഷരത മാത്രമല്ല, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലെ സാക്ഷരതയ്ക്ക് കൂടി ഊന്നൽ നൽകുന്ന വിവിധ പദ്ധതികൾ തദ്ദേശ തലത്തിലൊക്കെ നടപ്പാക്കി വരുന്നുണ്ട്. എന്നാൽ മാധ്യമ സാക്ഷരതയുമായി ബന്ധപ്പെട്ട് മാധ്യമ ഉള്ളടക്കങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് വ്യാജ വാർത്തകളും വ്യാജ വിവരങ്ങളും തിരിച്ചറിയാനുള്ള ഒരു നൈപുണ്യം പ്രത്യേകിച്ചും നമ്മുടെ മുതിർന്ന തലമുറയ്ക്ക് നൽകുന്ന തരത്തിലുള്ള ഒരു സംരംഭം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങേണ്ടതുണ്ട്. വസ്തുതാ പരിശോധകർ പലതരത്തിൽ ഫാക്ട് ചെക്കുകൾ ചെയ്ത് ഇത്തരം പ്രചാരണങ്ങളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഒരു വ്യാജ പ്രചാരണം പുറത്തു വന്നതിന് ശേഷം അതിനെ പ്രതിരോധിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് തെറ്റായ പ്രചാരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിനെ ചെറുക്കുക എന്നുള്ള രീതിയാണ്. ട്രോളുകൾ തീപ്പൊരി സൃഷ്ടിച്ചേക്കാം. എന്നാൽ വിദ്വേഷ പ്രസംഗങ്ങൾ വിശ്വാസവും ഐക്യവും ജനാധിപത്യ മൂല്യങ്ങളും എരിച്ചു കളയുന്ന കാട്ടുതീയാണ്. പരസ്പരം വിയോജിക്കുന്നതുകൊണ്ട് ഒരു സമൂഹം അപൂർവമായി മാത്രമേ തകരുകയുള്ളൂ. എന്നാൽ മനുഷ്യർക്കിടയിലെ പരസ്പര വിശ്വാസം ഇല്ലാതാവുമ്പോൾ സമൂഹം ദുർബലമാകും. വിദ്വേഷത്തിനുള്ള യഥാർത്ഥ മറുമരുന്ന് നിശബ്ദതയല്ല, മറിച്ച് ഉത്തരവാദിത്വമുള്ള ചർച്ചകളും വിമർശനാത്മക ചിന്തയും ധാർമ്മികതയുള്ള മാധ്യമങ്ങളും ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രവർത്തകരും സജീവമായ പൗരരുമാണ്. ഓൺലൈനിലോ പൊതുജനങ്ങൾക്കിടയിലോ പങ്കിടുന്ന ഓരോ വാക്കും വിളക്കിച്ചേർക്കുന്ന അല്ലെങ്കിൽ വിഭജിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. സമൂഹത്തിന്റെ ഭാവി ഇതിൽ ഏത് തെരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും.